നമ്മളൊന്ന് വിട്ടുവീഴ്ച കാണിക്കണം. പിന്നെ കുറെയൊക്കെ ഈ പുതിയ പുതിയ ആചാരങ്ങൾ നാട്ടിൽ വല്ലാതെ കൂടി വരുന്നില്ലേ? നമ്മളെല്ലാരും വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള അനാചാരങ്ങൾ ഒഴിവാക്കാൻ കഴിയൂലേ? ഇപ്പൊ ഈ മുട്ടായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംഗതി 25,000 റുപ്യയുടെ മുട്ടായി കൊടുത്ത കാരണത്താൽ അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്യാണം തെറ്റിപ്പോയി. എന്നോട് തുറക്കാൻ പറയാൻ എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? 25,000 റുപ്യ മിഠായിയാണിത്, എന്നിട്ട് അതിന് തെറ്റിപ്പോവുക. ഈ മിഠായിയുടെ രൂപത്തിൽ മയ്യത്ത് കട്ടിലിന്റെ രൂപത്തിൽ പോലും മിഠായി ഉണ്ടാക്കിയിട്ട് ലക്ഷങ്ങളുടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി പൊടി പൊടിച്ച് അള്ളാഹിനോട് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരൂലേ? അപ്പൊ പ്രത്യേകിച്ച് ഞാൻ എന്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയാണ്, കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഒന്നാണ്ട് കൂടുക, എന്നിട്ട് പറയാ കല്യാണം എന്ന് പറഞ്ഞ ഒരു സന്തോഷാണ്, ഹലാലായതൊക്കെ ഉണ്ടാവാ, നല്ല പാട്ടുകൾ പാടിക്കോട്ടെ, പാടാൻ പറ്റുന്നവര് ആണുങ്ങൾ മാത്രം കൂടി പാടുക കുഴപ്പമില്ല, പെണ്ണുങ്ങൾ മാത്രം കൂടി പാടുക കുഴപ്പമില്ല, നല്ല ബുർദ വെച്ചു സന്തോഷത്തിന് ഹലാലായതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു സംഗതി ഇതുമായി ബന്ധിച്ചു കഴിഞ്ഞാൽ ബറക്കത്ത് ഉയർന്നു പോകും, പിന്നെ നമുക്ക് റാഹത്ത് കിട്ടൂല. ആളുകൾക്കിടയിൽ പെരുങ്കല്യാണായിരുന്നു എന്ന് പറഞ്ഞാലും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ മിഠായി കൊടുക്കല് അങ്ങനെയുള്ള ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാന്റെ അദാബ് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ നിലയിലാണ് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുപ്പിൽ തീ പുകയൂല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അതിന് കൂടുതൽ നേരൊന്നും വേണ്ട. അള്ളാഹ്ക്ക് ഒരു ദിവസം മതി ലോകം മൊത്തം സ്തംഭിപ്പിക്കാനെന്ന് കൊറോണ നമ്മളെ പഠിപ്പിച്ചതല്ലേ? എന്നതുപോലെ എല്ലാ പ്രശ്നവും ഉണ്ടാവാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രവർത്തനങ്ങൾ കാരണമായി പോയാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മള് കുറെയൊക്കെ ഈ ആചാരങ്ങളുടെ പിന്നാലെ പോയി അതിൽ കഷ്ടപ്പെടുന്നവർ പലരും ഉണ്ട്. മാസം ലക്ഷങ്ങൾ വരുമാനമുള്ളവർക്ക് ഇത് വിഷയമല്ല. പക്ഷെ ദുരഭിമാനത്തിന്റെ പേരിൽ കടം വാങ്ങിയിട്ട് ലക്ഷങ്ങളുടെ മിഠായി കൊണ്ടുപോയി കൊടുക്കുക. മിഠായി അല്ലേ ഈ കൊടുക്കുന്നത്? തടിക്ക് അത്ര വലിയ ഹൈറുള്ള ഒരു സംഗതി ഒന്നുമല്ലല്ലോ. ആരെ തൃപ്തിപ്പെടുത്താനായത്? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി, എന്നാ എല്ലാരും തൃപ്തിപ്പെട്ടോളും. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി, എന്നാ എല്ലാരും നമ്മളെ സ്വീകരിച്ചോളും. എല്ലാ കബൂലിയത്തും നമുക്ക് ഉണ്ടായിക്കോളും. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ.